ഞാൻ കുറെ എക്സ്പോസ് ആയിട്ടുള്ള ഫോട്ടോ കാര്യങ്ങൾ ഇട്ടപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു. എല്ലാവരും വന്ന് തെറി വിളിക്കാൻ വേണ്ടി മാത്രമേ നെഗറ്റീവ് അടിക്കാനും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എന്നെ അമ്മ അതിന് ഞാൻ അതൊന്നും ആരുടെ വാക്ക് കേൾക്കാതെ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഇട്ടത് കൊണ്ടാണ് എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചത്. എന്റെ കുലശ്രീ കളിച്ച് ഞാൻ നടന്നിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു എന്താ പറയാ, നമ്മുടെ കാടിന്റെ മക്കളുടെ അടുത്തേക്കാണ് നമ്മൾ പോണത്. അപ്പൊ അവര് നമ്മുടെ വെയിറ്റിംഗിലാണ്. ഏകദേശം കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അങ്ങോട്ടേക്ക് കയറും. ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് നമ്മൾ പോണേട്ടോ. ഹായ്, നമസ്കാരം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിമിഷ വിജയെ എല്ലാവർക്കും അറിയായിരിക്കും. പുലിക്കളിയിലൂടെ വൈറലായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അത് കൂടാതെ യൂട്യൂബിലെ പെയ്ഡ് മെമ്പർഷിപ്പ് വഴി എല്ലാവർക്കും രാത്രി സമയങ്ങളിൽ കാണാമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ താൻ എത്തിപ്പെട്ടതെന്നും ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം എന്താണെന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ആ ഒരു വെളിപ്പെടുത്തലിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ആദ്യം കണ്ടിട്ട് വരാം. കാടിന്റെ മക്കളുടെ അടുത്തേക്കാണ് നമ്മൾ പോണത്. അപ്പൊ അവര് നമ്മുടെ വെയിറ്റിംഗിലാണ്. ഏകദേശം കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അങ്ങോട്ടേക്ക് കയറും. ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് നമ്മൾ പോണേട്ടോ. അപ്പം ചെറിയ ചെറിയ സംഭവമൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഞാൻ നേരിട്ട് പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ്. എന്തോ വലിയൊരു സംഭവം പോലെ ഞാൻ വലിയൊരു സംഭവം, എന്താ പറയാ, വലിയൊരു കടമ ചെയ്ത ഒരു ഫീലിങ്സിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. എന്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ ഞാൻ മാത്രമല്ല, അതാ ബിജോ ചേട്ടനുണ്ട്. ആയി വന്നിട്ട് ഒരു 10 മിനിറ്റോളം ആയി വന്നിട്ട് അവര് വെയിറ്റ് ചെയ്യാം. മഴയൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പോ സാധനങ്ങളെല്ലാം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാം പാക്ക് ചെയ്തിട്ട് ഇതിപ്പം ഞങ്ങൾ പോവുകയാണ്. 33 വീടാണ് ടോട്ടൽ ഉള്ളത്. 33 വീട് അവർക്ക് വേണ്ടിയുള്ള ഫുഡ്, അതായത് ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന അരി അടക്കം മുളകുപൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ കുറെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ അവര് ടാർപ്പായയിലാണ് കിടക്കുന്നത്. ടാർപ്പായ ഇങ്ങനെ 4 ടാർപ്പായ ചുറ്റിലും കെട്ടിയിട്ടാണ് അവർ കിടക്കുന്നത്. അപ്പൊ അവർക്കുള്ള ടാർപ്പായ എടുത്തിട്ടുണ്ട്. അവർക്ക് കറണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് പോകണത് കേട്ടോ. അപ്പം എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ കുറെ എക്സ്പോസ് ആയിട്ടുള്ള ഫോട്ടോ കാര്യങ്ങൾ ഇട്ടപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു. എല്ലാവരും വന്ന് തെറി വിളിക്കാൻ വേണ്ടി മാത്രമേ നെഗറ്റീവ് അടിക്കാനും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എന്നെ അമ്മ അതിന് ഞാൻ അതൊന്നും ആരുടെ വാക്ക് കേൾക്കാതെ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഇട്ടത് കൊണ്ടാണ് എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചത്. എന്റെ കുലശ്രീ കളിച്ച് ഞാൻ നടന്നിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 10 പൈസ എന്റെ കയ്യിൽ ഉണ്ടാവത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാ. എന്റെ കയ്യിൽ ഉണ്ടായിട്ടല്ല. അതുപോലെ എല്ലാവർക്കും സാധിക്കും. ഏറെ ഞെട്ടലോട് തന്നെയാണ് ആ ഒരു സത്യം നിമിഷ തുറന്നു പറഞ്ഞേക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വന്ന് തുണിപറിച്ച് കാണിച്ചത് ഇതുപോലെ കുറെ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടും ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടും തന്നെയെന്നാണ് താരം തുറന്നു പറഞ്ഞേക്കുന്നത്. ചുമ്മാ ഫോണും നോക്കി കുത്തിയിരിക്കാണ്ട് ഇതുപോലെ എന്നെ പോലെ എക്സ്പോസ് ഒക്കെ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്കും നല്ല പൈസ ഉണ്ടാക്കാം, നിങ്ങൾക്കും ഇതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാമെന്നാണ് താരം തുറന്നു പറഞ്ഞേക്കുന്നത്. സ്ത്രീകളും ഇതുപോലെ ചുമ്മാ കുത്തിയിരുന്ന് നുണ പറയാണ്ട് ഇതുപോലെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ 33 ആദിവാസി കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഇത്രയും എക്സ്പോസ് ചെയ്തതും ഇത്രയും കാശുണ്ടാക്കിയതും എന്നൊക്കെയാണ് ആള് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെ കാണിച്ചിരുന്നാലും കുറച്ച് ആൾക്കാർക്കെങ്കിലും സഹായ ഹസ്തങ്ങളായിട്ട് വരുന്നുണ്ടല്ലോ. എന്തായാലും വനത്തിൽ പോയി ചേച്ചി എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് ആദ്യം കണ്ടിട്ട് വരാം. അതും സാധാരണ ഒരു പെൺകുട്ടിയെ പോലെ ഒരു അഹങ്കാരമില്ലാതെ ഒരു ആർഭാടമില്ലാണ്ട് സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ പോലെയാണ് നിമിഷ ചേച്ചി അങ്ങോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ്. അവിടെയുള്ള ആൾക്കാർക്ക് സഹായ ഹസ്തങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട്, തന്നെ കൊണ്ടാകുന്ന വിധത്തിലുള്ള സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആൾ ഇത്രയും കഷ്ടപ്പെട്ടതും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കിടന്ന് മറ്റുള്ളവരുടെ തെറിവാക്കുകൾ കേട്ടിട്ടുള്ളതും എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും തുണി പറിച്ച് കാണിച്ചിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. ശരീരം ഞരമ്പന്മാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കില്ല എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതൊക്കെ എന്തോ വലിയൊരു കാര്യം എന്നാണ് ചേച്ചി പറയുന്നത്. ഇപ്പോഴെനിക്ക് ബാങ്ക് ബാലൻസ് പിടിക്കാൻ പറ്റി, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് എന്റെ കയ്യിൽ പൈസ ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. അപ്പൊ എന്റെ കൂടെ നിങ്ങൾ നിൽക്കുക. ഒരുപാട് പേര് നമ്പർ ഇട്ട് തന്നിട്ടുണ്ട്. എനിക്ക് കുറെ ആൾക്കാരൊന്നും വിളിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്കൊരു പരിധിയുണ്ട്, എനിക്ക് തിരക്കുകളുണ്ട്. ഞാൻ ഒരുപാട് തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാ. അപ്പോൾ എനിക്ക് ഒരു പരിധികളുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് വരുമാനവും റീച്ചുമാണ് കിട്ടുന്നത്, അല്ലാതെ വേറെ എന്ത് തേങ്ങയാണ് അതിനകത്തുനിന്ന് കിട്ടുക? അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നോർമൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ കൂടി വന്ന 2-3 ദിവസം എല്ലാവരും വന്ന് കുറച്ച് നല്ല കമന്റ്സ്, ഒരു 4-5 കമന്റ് ഇടും. പിന്നെ അതിനകത്ത് ആർക്കും വേണ്ട. പക്ഷെ ഇച്ചിരി തുട കാണിക്കുന്നതോ അല്ലെങ്കിൽ ഇച്ചിരി ക്ലീവേജ് കാണിക്കുന്ന ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ കമന്റിന്റെ പൂരമാണ് അതിനകത്ത്. അപ്പൊ എനിക്കത് റീച്ച് ആവും, എനിക്ക് കൂടുതൽ പേയ്മെന്റ് കിട്ടും.
ഇതൊക്കെ എനിക്ക് സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സൈക്കോളജിക്കൽ മൂവ്മെന്റ്. കാരണം ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാം, അപ്പൊ കുറച്ച് ആൾക്കാരുടെ ശ്രദ്ധ വീണ്ടും നേടാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ മെമ്പർഷിപ്പ് ലൈവിൽ വന്നിട്ട് ഇതുപോലെ തുണി പറിച്ച് കാണിക്കാം, വീണ്ടും ഇതുപോലെ കുറച്ച് ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ സമൂഹത്തിൽ മോശമായാലും കുഴപ്പമില്ല, എന്നെ കൊണ്ട് പല ആൾക്കാർക്കും ഉപകാരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു സമാധാനം എന്നും സന്തോഷം എന്നും ചേച്ചി കൃത്യമായിട്ട് തുറന്നു പറയുന്നുണ്ട്. എന്തായാലും അത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. എന്തായാലും ഇതുപോലെ ആരാധകർ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ഈ ചേച്ചിയുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. ഒന്നുമില്ലെങ്കിലും ആരും ശ്രദ്ധിക്കാത്ത ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ടല്ലോ. അതൊരു ടാർപ്പാളിനാകട്ടെ, കുറച്ച് വീട്ടു സാധനങ്ങളാകട്ടെ, എന്തൊക്കെയാണെങ്കിലും ആരും കാണാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് സഹായിക്കുന്നുണ്ടല്ലേ. ായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭക്ഷണ സാധനങ്ങൾ ഇതിനകത്ത്, അരിയും പഞ്ചസാര അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം ഉണ്ട്, ഇതിനകത്തെല്ലാം ഉണ്ട്. ഇതൊക്കെ കാണുന്നുണ്ടോ? ഉപ്പൊക്കെയാണ്. പിന്നെ നമ്മളിപ്പം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉണക്കക്കപ്പയാണ്, അതും പാക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളുണ്ട്. നിമിഷയുടെ സഹായം മറക്കാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ചേച്ചി അതെല്ലാം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ച ജോലിയെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ നമുക്കിതങ്ങ് എത്തിച്ചേക്കാം അല്ലേ. അപ്പോൾ നിമിഷയുടെ ഒരു വീഡിയോ കൂടെ ഇത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇതിങ്ങനെ അടുക്കി വെച്ചേക്കാണ്. നമ്മുടെ സ്ഥലപരിമിതി ഉണ്ടായതുകൊണ്ട് മുഴുവനായിട്ടൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. എങ്കിലും ഞാൻ ബാക്കി ഓരോന്നായിട്ട് ഇവിടെ ചെയ്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ കുടുംബ കാര്യങ്ങളാണെങ്കിലും, എൻ്റെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും, അവരുടെ പഠിത്തം, അവരുടെ ഫീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പൊ പുറത്തുനിന്ന് ഇതുപോലെ പാവപ്പെട്ട ആൾക്കാരെ തിരഞ്ഞു പിടിച്ച് അവർക്കുള്ള സഹായങ്ങൾ തന്നെ കൊണ്ടാകുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുമെന്നും ചേച്ചി വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് സബ്സ്ക്രിപ്ഷനിൽ കിട്ടുന്ന കാശും ഇതുപോലെ ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ ഇട്ട് കിട്ടുന്ന കാശെല്ലാം സ്വരൂകൂട്ടി വെച്ചിട്ടാണ് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് ഒരു പുതിയൊരു കാര്യത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. അമ്മമാരിങ്ങനെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് കാശ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ നല്ല ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മറു സൈഡിൽ അങ്ങനെ ചെയ്യട്ടെ.